പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ലിഫ്റ്റ് ഇല്ലാത്തതിനാൽ കഷ്ടപ്പെടുന്ന രോഗികളുടെ വാർത്തയിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തര പരിശോധന നടത്താൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസാണ് ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നത്. അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, രോഗികൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചാണ് നമ്മൾ വാർത്ത നൽകിയത്. രാഗിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചെയ്തത്. രാഗൻ, ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണോ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ വരുന്നത്? എന്ത് നിർദ്ദേശം നമ്മുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്? പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. അതായത് അവരെ ചുമന്ന് കയറ്റേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉള്ളത്. ലിഫ്റ്റ് ഇല്ല. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുനിന്നു നമ്മൾ അവിടെ എത്തി രോഗികളുടെ പ്രതികരണം ഉൾപ്പെടെ എടുത്തു. എന്തായാലും ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി DMO റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് ആരോഗ്യവകുപ്പ് അവിടെ എത്തിച്ച് പരിശോധന നടത്തി ഈ ഒരു പ്രത്യേക വിഷയത്തിൽ പരിഹാരം കാണണം. അതായത് രോഗികളെ ചുമന്നിറക്കുന്ന സാഹചര്യം ഒഴിവാക്കണം, അത് അടിയന്തരമായി അവസാനിപ്പിക്കണം എന്നതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടി മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. DMOയോട് കാര്യങ്ങൾ പരിശോധിച്ച് അവിടെ ആശുപത്രിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതെന്തുകൊണ്ട് വൈകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം എന്നതാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവിടുത്തെ രോഗികൾ അനുഭവിക്കുകയാണ്. മാത്രമല്ല ഈ 2 കാല് ഒടിഞ്ഞ രോഗിയെ അടക്കം 1ാം നിലയിൽ നിന്ന് ചുമന്ന് കൊണ്ടുപോകുന്ന സ്റ്റെയർ കേസ് വഴി ചുമന്ന് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ വന്നിരുന്നു. ലിഫ്റ്റിന്റെ അഭാവമായിരുന്നു അവിടുത്തെ പ്രശ്നം. അതോടൊപ്പം തന്നെയുള്ള ബുദ്ധിമുട്ടുകളും അവിടെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിലാണ് മാതൃഭൂമി ന്യൂസ് ഇടപെടുകയും വാർത്ത നൽകുകയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലുണ്ടായ വിഷയം പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.